മിസ്റ്റർ മഹേഷ് ബാബു, എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ഐ ആം പട്ടബാബു. എന്ത് പൊട്ടബാബു? പൊട്ടബാബു അല്ല, പട്ടബാബു. ഓക്കേ, എനിക്ക് ബോട്ട് റൈഡ് ബുക്ക് ചെയ്യണമായിരുന്നു. നിങ്ങൾ ഈ രണ്ട് കിളികൾ മാത്രം. ഹായ് ശില്പ, നിന്റെ മുതുക് കണ്ടിട്ട് എന്റെ കൺട്രോൾ പോയിട്ടാ. അതല്ല, അർജുൻ സാർ പറഞ്ഞു നമ്മള് ഫാമിലി ആയിട്ട് പോകാൻ. അതുകൊണ്ടാണ്. അർജുൻ, എന്താ ഇതൊക്കെ? ഞാനാ വെറുതെ എല്ലാവർക്കും ഒന്ന് ഔട്ടിങ്ങിന് പോകാന്ന് പറഞ്ഞ് വിളിച്ചേ. ദിവ്യ ഹായ് മുതുക്. Come on. സോ നിങ്ങളൊന്ന് ഇവിടെ വന്നിരുന്നാൽ ഞാൻ എന്റെ ഭാര്യയായിട്ട് അവിടെ സന്തോഷമായിട്ടിരുന്നേനെ. കമോൺ, നീ ഇങ്ങ് വാ, നമുക്ക് കൈ ഓർത്തിരിക്കാം. വാ, കൈ പിടിച്ചോ. ഓ, ഒന്ന് സന്തോഷിക്കാന്ന് വിളിച്ചാൽ പറ്റില്ലല്ലോ. ഹലോ, എവിടാ നീ? എപ്പോഴും ഇങ്ങോട്ട് വരുന്നേ? നീ ഒന്ന് മനസ്സിലാക്കി. ഇതാ നിന്റെ വീട്. എന്നെ നീ മറന്നുപോയോ? ഞാനിപ്പോ പുറത്താണമേ. എന്താ കാര്യം? അവന്റെ വീട്ടിൽ നീ എത്ര നാൾ ഇങ്ങനെ തങ്ങുവന്നാ? ഇതുവരെ ഡിവോഴ്സ് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ട് വന്നേക്കാം. അതിനെന്തിനാ അമ്മ കരയുന്നേ? എത്രയും പെട്ടെന്ന് തരുന്നോ അപ്പോഴേ ഞാൻ വന്നിരിക്കും. അമ്മ എന്തിനാ ഇങ്ങനെ ഇക്കിള വിടുന്ന? നിർത്ത്. എന്താന്ന് ഈക്കളെ വിടുന്ന? നിന്റെ അമ്മയുടെ തലമണ്ടക്ക് ഒരു കൊട്ട് വെച്ച് കൊടുത്തിട്ട് ഉപ്പിട്ടൊന്ന് കുലുക്ക്, മൊത്തത്തിൽ നിന്നോളും. എന്റെ അമ്മ ബുദ്ധിമുട്ടുമ്പോ നീ കളിയാക്കല്ലേ? ഹലോ, ഞങ്ങളെ പിരിക്കാനിരിക്കല്ലേ സൈക്കോ? നിങ്ങളെ അടക്കി നിർത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഉടനെ ഞാൻ വരുന്നുണ്ട്. ഹലോ മിസ്റ്റർ പാണ്ഡ്യൻ. അവര് ഞാൻ എന്താടി രാവിലെ ഒന്ന് ചൊറിയുന്നേ? നീ ചെയ്ത പണിക്ക് അമ്മോ 1 മാസം ലീവെങ്കിലും വേണം. കൈ വിറയ്ക്കുന്നല്ലോ. ഒന്നങ്ങ് വിട്ടേക്കാം. അയ്യോ, വെള്ളത്തിന് എന്ത് ചെയ്യും? വഴിയുണ്ട്. മേഡം, മേഡം, സാർ, മേഡം, ഐ വാണ്ട് സം വാട്ടർ. മേഡത്തിന് സമ്മതിക്കണം, എനിക്ക് വെള്ളം വേണമെന്ന് എങ്ങനെ മനസ്സിലായി? ഓ, ഫ്രിഡ്ജിലോ? ഞാൻ എടുത്തോളാം. ഇതിലും ഇല്ലേ? ഇല്ലേ? ഒരു ബെഗിന് പോലും തികയത്തില്ലല്ലോ. തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഉള്ളതാട്ടെ. എന്താ ഒരു പെരുപ്പ്. താങ്ക് യു മാഡം, വെരി മച്ച്. സാധനം അടിച്ചത് ഞാൻ. ഇവരെങ്ങനെ ഫിറ്റായി? ഹലോ മേഡം, മേഡം, ഹലോ 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 ഹലോ. എന്താ നടക്കുന്നതെന്ന് അറിയില്ല. ധനുഷിന്റെ സംസാരം കേൾക്കുന്നുണ്ട്. അപ്പൊ കൺഫേമാ ദിവ്യ നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടില്ല. ദിവ്യ ഐ ലവ് യു ദിവ്യ എന്നും പറഞ്ഞ് ആ സിനിമയെ പോലെ ആവും. ഹലോ ധനുഷ്, മര്യാദക്കാണെങ്കിൽ മര്യാദ. ഇത് ധനുഷ് അല്ലടാ, ഇത് വലിവുള്ള ഏതോ തെരുവോട്ടിയാ. ഇങ്ങോട്ട് വന്നേ. നിന്റെ അമ്മയ്ക്ക് എന്താ അഹങ്കാരടി? ഞാൻ പറയുന്നത് കേൾക്കാതെ ആ നായുടെ വായിലാ ഫോൺ വെച്ചിരിക്കുന്നത്. നിന്റെ അമ്മ ഒരു രാക്ഷസിയടി. അവര് ചത്തു തുളഞ്ഞാലേ നമുക്കൊരുമിച്ച് ജീവിക്കാൻ പറ്റൂ. നിന്റെ ഒരു ഫോണ്. എന്റെ സ്വാമി, എന്താണ് ഫോൺ എടുത്ത് കളഞ്ഞേ? അയ്യോ പണി പാളി. എന്താ മേഡം വേണ്ടത്? വെള്ളോ? ഞാൻ വരുന്നു. എവിടെ എവിടെ വെള്ളം? ഇവിടെ ഒരു തുള്ളി വെള്ളം ഇല്ലല്ലോ. സൈഡ് ഡിഷ്. എന്തൊരു വീടായത്? ഒരു തുള്ളി വെള്ളം എടുക്കാനില്ലേ? ആന്റിയുടെ പണി ഇപ്പൊ തീരും. എന്റെ മേഡം, ഈ വീട്ടിലൊരു തുള്ളി വെള്ളം എടുക്കാനില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യാനാ? ഇനിയിപ്പോ എന്താ ചെയ്യാ? കുടിച്ചോ. നന്നായിട്ട് കുടിച്ചോ. അങ്ങനെ അവളുടെ വായിൽ എന്താ ഒഴിച്ചു കൊടുക്കുന്നത്? അവര് ചത്തുപോയിരിക്കാൻ വേണ്ടി ആൽക്കഹോൾ കൊടുത്തതാ. ദേഹം ഓഫായി പോയി. ഹാർട്ട് അറ്റാക്ക് വന്ന എനിക്ക് തോന്നുന്നത്. ഹാർട്ട് അറ്റാക്കോ? ഇതടിച്ച ഹാർട്ട് അറ്റാക്ക് വരുമോ? ആ ഗൂഗിളിൽ ഫസ്റ്റ് എയ്ഡ് എന്താന്ന് നോക്കൂ. ഗൂഗിളിലോ? ഒരു മിനിറ്റ് സാർ. ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് അറ്റാക്ക്. സാർ അടിപൊളിയായിട്ടുണ്ട് സാർ. എവിടെ കാണണ്ടേ? ഇത് ഭയങ്കരമായിട്ടുണ്ടല്ലോടാ. നന്നായിട്ട് നോക്കിക്കോ.
എന്റെ അടുത്ത് തന്നെ എന്റെ അമ്മ മരിക്കണമെന്ന് പറയുന്നു. അങ്ങനെയുള്ളവനെ ഡിവോഴ്സ് ചെയ്യണോ കൂടെ കൊണ്ട് നടക്കണോ നടരാജ്? അത് തന്നെ പെട്ടെന്ന് ചെയ്തു. രാശിയുള്ള സ്ഥല എത്ര പേർക്ക് ഞാൻ ഡൈവേഴ്സിന് വെറുതെ ഭ്രാന്ത് വർത്താനം പറയാതെ നിർത്ത്. ദേ, അവൻ ചുമ്മാ തമാശ പറഞ്ഞതാ, നീ ഇത് കളഞ്ഞേക്ക് ദിവ്യ. എന്നെ കൊണ്ട് ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. I've done with it. അവനോട് സത്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. എന്ത് സത്യം? അരവിന്ദ്, I'm really sorry. ഞാൻ എന്റെ ഡിവോഴ്സിന് വേണ്ടിയാ ഇവിടെ വന്നത്. നിനക്കിപ്പോ അമ്നേഷ്യ വന്ന് എല്ലാം മറന്നുപോയി. എന്താടി പറയുന്നേ? ഡിവോഴ്സ് എന്നൊക്കെ? ദിവ്യ പറയുന്നു സത്യടാ. നിനക്ക് കല്യാണം വരെയുള്ള ഓർമ്മയുള്ളൂ. നിന്റെ കല്യാണത്തിന് ശേഷം അല്ല, കല്യാണത്തിന്റെ അന്ന് തന്നെ പ്രശ്നങ്ങൾ ആരംഭിച്ചു. എടാ, നിന്റെ അപ്പൻ എല്ലായിടത്തും കുടിച്ചു തീർത്തുടാ. ഒരു പ്രോബ്ലം ഇല്ലടാ, ഞാൻ മേടിച്ചോണ്ടിരാ. സൂപ്പർ മച്ചാനെ, നീ ആടാ സ്നേഹിതൻ. ഭ്രാന്താണോടാ? നീ കുടിച്ചിട്ടില്ലേ? ഞാൻ വണ്ടി ഓടിക്കാം, നീ എന്റെ കൂടെ ഇരിക്കും. വാ, ജസ്റ്റ് വെയിറ്റ്. ആഹാ. ഏയ്, ഞങ്ങള് പോയിട്ട് വരാം മച്ചാനെ. ടച്ചിങ്സ് വാങ്ങിക്കണോട്ടാ. വേഗം വാ. എന്താടാ പ്രോബ്ലം? ഞങ്ങൾ എത്ര ദൂരത്ത് വന്നാ ബ്ലാക്കിൽ വിൽക്കാൻ വേണ്ടിട്ട് കട നേരത്തെ അടച്ചതാ. പൂട്ടിക്കണ്ടില്ലേ? നിങ്ങളെ പോലെ പഠിച്ച ആൾക്കാർ കുടിയന്മാര് ചോദിക്കണം. കുടിയന്മാർക്ക് ചോദിക്കാൻ എന്താടാ പ്രോബ്ലം? ലവ് മാറ്ററാ? എന്താടാ ഫാമിലി? കയ്യൂക്കണേ കൈ വെച്ചിരുന്നാ മതി. നീ ആരാ ഇവിടെ ചോദിക്കാൻ? നോക്ക്, ഇവിടെ നിൽക്കുന്നവരെല്ലാം ഇവിടുത്തെ സ്ഥിരം കക്ഷികളാ. നിനക്ക് വേണമെങ്കിൽ 100 രൂപ എക്സ്ട്രാ തന്നിട്ട് ലൈനില് ബാക്കിൽ പോയിട്ട് അങ്ങ് നിന്നോ. 9 മണിക്ക് എന്തിനാണ് പൂട്ടിയത്? ഇത് നിന്റെ അപ്പന്റെ ഷോപ്പാണ്. ഈ ബിവറേജ് നിൽക്കുന്ന സ്ഥലം വളരെ മോശം നിനക്ക് അറിയത്തില്ലടാ. നിന്റെ ഫേസിൽ ഈ ലെഫ്റ്റ് പഞ്ച് തന്നോണ്ടല്ലോ. നിന്നെ എന്തെങ്കിലും ബ്ലാക്കിന് വാങ്ങാൻ വരുമ്പോ ഞങ്ങളുടെ കയ്യിൽ കിട്ടൂടാ. നീ ഇപ്പൊ വന്ന് കുടിക്കുന്നതിന് പോലും അടിയുണ്ടാക്കാൻ തുടങ്ങി. അന്യായം കാണിച്ചത് അവനല്ലേ? ഞാനാണോ തെറ്റുകാരൻ? അതെ, പഠിച്ചവനും മര്യാദക്ക് ജീവിക്കണമെന്ന് വിചാരിക്കുന്ന ആരും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് ഇതുപോലെ അടിയുണ്ടാക്കാറില്ല. നിന്റെ പോലെ ചീപ്പായിട്ടുള്ള ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്തടി ചീപ്പാണെന്നോ? ഇങ്ങനെ ഒരു വഴക്ക് റേഷൻ കടയിലായിരുന്നെങ്കിൽ നീ എന്നെ ഹീറോയെ പോലെ കണ്ടേനെ. റേഷൻ കടയിൽ അടികൂടിയ ന്യായം, വൈൻ ഷോപ്പിൽ അടികൂടിയ ചീപ്പാ. ഇവന്റെ അടുത്തൊക്കെ ചോദിക്കാൻ പറയാൻ ആരും ഇല്ലാത്തത് കൊണ്ടാ അവനൊക്കെ ഇത്ര ധൈര്യമായിട്ട് അന്യായം കാണിക്കുന്നത്. ഇപ്പൊ പോയി കുടിയന്മാരത്തെ പോലും വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ട്രസ്റ്റ് മീ അരവിന്ദ്, എന്റെ അമ്മ അന്നേ പറഞ്ഞതാ, ഞാൻ അത് കേൾക്കാതിരുന്നത്. നിന്റെ അമ്മ? എന്റെ കയ്യിൽ 2 BMW ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ അമ്മ എന്നെ കല്യാണം കഴിച്ചാനെ. അങ്ങനെയുള്ളവരെ കുറിച്ചാ എന്റെ അടുത്ത് പറയുന്നത്. അതെ, എന്റെ അമ്മ പണത്തിന് വേണ്ടി മരിക്കുന്നവളാ. എന്നാൽ എന്നെ നന്നായി വളർത്തി മര്യാദയോടെ ജീവിക്കാൻ പഠിപ്പിച്ചു. നിന്റെ അമ്മയെ പോലെ കളഞ്ഞിട്ട് ഓടിപ്പോയില്ല. ഇനി ഒരു അക്ഷരം മിണ്ടരുത് ദിവ്യ. എന്റെ അമ്മയെ കുറിച്ച് ഒന്നും നിനക്കറിയില്ല. നിന്റെ അമ്മയെ കുറിച്ച് നാട് മുഴുവൻ അറിയാം. അവർ ഈ നാട് വിട്ടു പോയതാണെന്നും നിന്റെ അച്ഛൻ കുടിയനാണെന്നും ഒക്കെ ആ മൈൻഡല്ലേ നിനക്കും. ലൈക്ക് ഫാദർ ലൈക്ക് സൺ. വായടക്കടി. ഇനി ഒരു അക്ഷരം മിണ്ടിയാലുണ്ടല്ലോ കൊന്നുകളയും ഞാൻ. ദിവ്യ കരയാതെ. ദിവ്യ നീ കരയരുത്, എനിക്ക് താങ്ങാൻ പറ്റില്ല. ദിവ്യ നീ കരയരുത്. ദിവ്യ പ്ലീസ് പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്ക് ദിവ്യ. പ്ലീസ് പ്ലീസ് ദിവ്യ. ദിവ്യ ഏയ് ഏയ് ദിവ്യ. ഛേ ഷിറ്റ്.
ഡാ. ദൈവം വലിയവനാടാ. ഇത് നിനക്കുള്ള ശിക്ഷ. പൈറ്റും പോയി പെണ്ണും പോയി. ഹായ് ഹായ് ഹായ്.